ഇനിയിപ്പോ എന്താ ചെയ്യാവല്ല ബേട്ടാ? നാളെ തന്നെ പോലീസിൽ പരാതി കൊടുക്കണം. ഓം ഭഗവാൻ. സംശയം ഒരു മനോരോഗമാണ്. എനിക്കൊരു രോഗമില്ല. നിന്റെ ഹൃദയമിടിപ്പ് നാം കാണുന്നു. നിന്റെ ഉള്ളിലെ വ്യഗ്രത നാം അറിയുന്നു. എവിടെ? നീ സ്വയം വിശ്വസിക്കാൻ പോലും ഭയക്കുന്നു. ആദ്യരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. ഓം ഭഗവാൻ. എത്ര അടി? 12 അടി. 12 അടി കുഴിക്കാൻ നേരം വിളിക്കില്ലേ? സ്വാമിക്ക് വട്ടാണ്. ആദ്യരാത്രിയിൽ നീ നിന്റെ വീടിന്റെ തെക്ക് ഭാഗം 12 അടി മാറി 2 അടി കുഴിച്ചാൽ എല്ലാ ദുർചിന്തകൾക്കും സമാപ്തി ലഭിക്കും. 12 അടി മാറി 2 അടി കുഴിച്ചാ എന്ത് മാങ്ങാത്തിരി കിട്ടാനാണ്? സ്വാമിക്ക് വട്ടാണ്. അത് ഈ പാതിരാത്രിക്ക്. വേറെ പണിയൊന്നുമില്ല. എന്തായിരിക്കോ കള്ളസ്വാമി പറഞ്ഞത്? വല്ല നിധിയായിരിക്കും. പോയി നോക്കളെ. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. ഈശ്വര, ഒരു 5 കിലോ സ്വർണ്ണമെങ്കിലും കിട്ടണേ. അയ്യോ അയ്യോ പോയി രക്ഷപ്പെട്ടു. ഒന്ന്, 3, 2, 4, 1, 2, 3. അയ്യോ തെറ്റി. മാച്ചുകളെ ഇപ്പൊ എത്താൻ തുടങ്ങാം. 2, 3, 1, 4, 7, 9, 8. ഒരു തലയൊട്ടി ഇതിലെ പോടണ്ട. തലയൊട്ടി ഭ്രാന്തനാണല്ലേ? സ്വാമി ആയിരുന്നല്ലേ? നമസ്കാരം. ഞാൻ വിചാരിച്ച സ്വാമി മുടി വെട്ടിയത്. ഇപ്പൊ കറക്റ്റാണ്. ഞാൻ ആ 12 അടി തപ്പി കാലത്ത് ഇറങ്ങിയതാ. ഇതുവരെ കിട്ടിയില്ല. അതെ, ആ 12 അടി എന്നുള്ള ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 15 അടിയാക്കി തരും. വളരെ ഉപകാരം. ഇനി 15 വരെ എണ്ണിയാ മതിയല്ലോ. 2, 4, 3, 1,
4 തെറ്റിച്ച് കംപ്ലീറ്റ് തെറ്റിച്ച്. ഞാൻ എവിടെ എണ്ണി നിർത്തിയത്? 7 9 10 4 6. ചുപ്ര, എന്റെ ചുപ്രനെ എനിക്ക് വിശ്വാസ. ചുപ്രനല്ല അച്ഛനെ കൊന്നത്. എന്റെ ചുപ്രന് അതിന് കഴിയില്ല. എനിക്കറിയാം. അത് ശരി, രണ്ടുപേരും നല്ല ശൃംഗാരത്തിലാണല്ലോ. നടക്കട്ടെ. നിന്റെയൊക്കെ ഒരു യോഗം. 2 3 7 4 3 2. ആരാ തെറ്റിച്ചേ? ഓടാ പുല്ലേ. ഓ ഗൂർഖാസാണല്ലേ? അല്ല, ഞങ്ങള് പോലീസാ. പോലീസാ? കണ്ടാ പറയില്ല. 2 കൊണ്ടാ പറയും. എന്റെ പൊന്നിയേട്ടാ, ഞങ്ങളുടെ കൈ നിർത്തം ചാടിപ്പോയി. അവനെ തിരിച്ചു പിടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ 2 പേരുടെ പണിയും പോകും. 2 കുടുംബം പട്ടിണിയാവും. അടയാളം വല്ലതുണ്ട്? അടയാളം പറഞ്ഞുതരാം. ഒരു 6 അടി പൊക്കം, നല്ല ഒത്ത ശരീരം. തലമുടി കറുത്തതാണ്. നമുക്ക് പ്രമോഷൻ കിട്ടും. നാളെ ഞാൻ കാണിച്ചത്. പക്ഷേ ഞാനാണ് കാണിച്ചതെന്ന് ആരോട് പറയരുത്. സത്യമായി ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മാറിക്കോ. ഇനി നമുക്ക് അടിവെച്ച് മുന്നോട്ട് നമ്മളെന്തിനാ അടിവെക്ക്? നമ്മളൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ അടിയല്ലടാ, കാലടി. ഈ അടി 12 അടി വരെ കൂടെ വരണം. ഞങ്ങളും വരാം. 2 3 5 4 5. പിന്നെ എണ്ണ തെറ്റി. 5 5 അതിൽ 5 6 4 2 3 7 10 12 1. ആളിവിടെ ഉണ്ട്, ഡിസ്റ്റർബ് ചെയ്യരുത്. ആ പടിയും കൊണ്ട വില കൊണ്ട തട്ടില് 2 കുടുംബം അങ്ങ് കാരണം രക്ഷപ്പെടാൻ പോണത്. രക്ഷപ്പെട്ടു. ആയിക്കോട്ടെ. ഡിസ്റ്റർബ് ചെയ്യരുത്. മോനെ മര്യാദക്കാരൻ. ഇതാണോ താൻ പറഞ്ഞ 6 അടി പൊക്കം ഒത്ത തടിയുള്ള ആള്? പൊക്കത്തിന്റെ കാര്യമൊക്കെ വിട്. മുടി കറക്റ്റ് ആണാ? ആണാ? ബടി 2 4 3 1 6. ഞാൻ പറഞ്ഞില്ലേ ഇയാൾക്ക് വട്ട. ഇയാളൊന്ന് 12 അടി തയ്ക്കോ? അതിനു മുമ്പ് നമ്മളെ 16 വയ്ക്കും. അത് ശരി. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. പ്രപഞ്ചം നിധിയാണ്, പക്ഷേ അനശ്വരമല്ല. മനുഷ്യ ശരീരം ചിലപ്പോ അഗ്നിക്കിരയാവാം, പുഴുക്കൾക്ക് ഭക്ഷണമാവാം. ഈ സൗന്ദര്യം പാഴാക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. അതെ,
മൂപ്പനെ കൊന്നത് ഞാൻ, ഭാർഗവിയെ കൊന്നതും ഞാൻ തന്നെ. ഇനി ഒരു കൊല കൂടി നടത്താൻ എനിക്ക് മടിയില്ല. ശ്രീകുട്ടി മോളെ, ഇത് പുറത്തു പറഞ്ഞാൽ നിന്റെ ചേച്ചിയുടെ ജീവിതം ഈ കൈകളിലാ. നശിപ്പിക്കും ഞാൻ എല്ലാം. എന്നിട്ട് എന്താ ഉണ്ടായത്? പറയാം, ഞാൻ എല്ലാം പറയാം. നീ ഈ പറഞ്ഞ സത്യമാണോ? അതെ ചേച്ചി, മൂപ്പനെയും ഭാർഗവിയും കൊന്നത് സ്വാമി തന്നെയാ. ഇനി ഈ ഗ്രാമവും അയാൾ നശിപ്പിക്കും. എനിക്കൊരു കാര്യം അറിയാനുണ്ട്. ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? നിനക്കറിയേണ്ടത് എന്തെന്ന് നാം നമ്മുടെ തൃക്കണ്ണിൽ കാണുന്നു. എന്താണല്ലേ ബാധ കീഴ്പ്പെടുത്തിയ നിന്റെ അനുജത്തിയുടെ ദൃഷ്ടിയിൽ നാം മൂപ്പന്റെ കൊലയാളിയാണ്. കാമം പൂണ്ട് അവരുടെ ചാരിത്രം കവരാൻ ശ്രമിച്ച നീചൻ. അവൾക്കിപ്പോ എന്നെ കാണുന്നത് പോലും ചതുർത്ഥിയാണ്. പാവം കുട്ടി, ഇതൊന്നും അവൾ സ്വയം പറയുന്നതല്ല, അവളിലെ ബാധ പറയിപ്പിക്കുന്നതാണ്. നീയും എന്നെ അവിശ്വസിക്കുന്നുവോ? സ്വാമി, എന്നോട് പൊറുക്കണം. സത്യത്തെ തിരിച്ചറിയുന്നവർ ക്ഷമയാചിക്കും. അത് പ്രപഞ്ച സത്യം. ഓം ഭഗവാൻ.